ഹായ് ഹലോ ആർസണൽ ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു മല്ലു ടോക്സ് ആർസണൽ. മല്ലു ടോക്സ് ആർസണലിന്റെ പുതിയൊരു മാച്ച് റിയാക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആർസണൽ വൂൾസ് എൻഡഡ് വിത്ത് ആർസണൽ 2-0 വിൻ. അപ്പം നമുക്ക് ഇന്ന് ഈ ഡിസ്കഷന് വേണ്ടി നമുക്ക് ഇന്ന് നമ്മുടെ രണ്ട് ആർസണൽ ഫാൻസിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ദീപക് ആൻഡ് ജോവിൻ. ഹലോ ഗൈസ്. Hello, hi there. ഹായ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് മാച്ച് ഓഫ് ദി സീസൺ ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് എ വിൻ. ഹാപ്പി ആണോ എല്ലാവരും? എങ്ങനെയാണ്, എന്താണ് പറയൂ? ആരാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്? Darwin. അതെ, ഹാപ്പിയാണ്. ക്ലീൻ ഷീറ്റ്, 3 points. ഇത് വണ്ടി സ്റ്റാർട്ടാക്കുന്നേ ഉള്ളൂ. അപ്പം അത് ഒരു ജോയിൻ ഫാൻസ്, 3-4 കളി. ജോയിൻ ബ്രോ ഒരു 5-0 വളരെ ഹെവി ഹൈ കോൺഫിഡന്റിൽ പറഞ്ഞു. അതെ, പക്ഷെ നമ്മുടെ ടീം ഒന്ന് ക്ലിക്കായി വരുന്ന, ഐ മീൻ പ്രീ സീസൺ ഒക്കെ അത്രയല്ലേ ഉള്ളൂ. എല്ലാ പ്ലേയേഴ്സും ഒന്ന് സെറ്റായി വരേണ്ട ആ ഒരു ഇതാണ്. പിന്നെ വൂൾസ് അന്യായം ബസ് പാർക്കിംഗ് ആയിരുന്നു. പിന്നെ നല്ല അവര് ഫസ്റ്റ് ഹാഫിലൊന്നും അവർ അറ്റാക്ക് ചെയ്ത് കളിച്ചൊന്നുമില്ല. നമുക്ക് സ്പേസ് ഒന്നും കണ്ടെത്താനൊന്നും പറ്റുന്നില്ലായിരുന്നു. സ്റ്റിൽ പാർട്ടി നന്നായിട്ട് പാർട്ടി ഹാഫ് ടേണിലൊക്കെ ബോൾ എടുത്ത് നല്ല ബോൾസ് ഒക്കെ അറ്റാക്ക് ചെയ്യാൻ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫില്. പിന്നെ മൊത്തത്തില് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മള് ആർസണലിന് പ്രതീക്ഷിക്കുന്ന ആർട്ടേറ്റ ബോൾ നമുക്ക് വളരെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം കാണാൻ പറ്റി. അപ്പോ ദീപക് ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ എക്സ്പെക്ടേഷൻ ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നോട്ട് അപ് ടു ദ മാർക്ക്. പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഇനീഷ്യൽ 20 minutes ഫുൾ ഓൺ അറ്റാക്ക് ചെയ്തു. ലൈക്ക് നല്ല സ്റ്റാർട്ടായിരുന്നു. ചാൻസസ് കുറെ ക്രിയേറ്റ് ആയി. നല്ല നല്ല പാസുകൾ ഉണ്ടായി, പ്രസ്സിങ് ഉണ്ടായി. ഇറ്റ് വാസ് എ ഗുഡ് സ്റ്റാർട്ട്. കളി തുടങ്ങിയപ്പോൾ ഗുഡ് സ്റ്റാർട്ടായിരുന്നു. പിന്നെ ലൈക്ക് ആസ് ഓൾവേസ് ചാൻസസ് കുറെ കിട്ടിയിട്ടും ക്യാപിറ്റലൈസ് ചെയ്തില്ല. അതൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഫസ്റ്റ് ഗെയിം ഓഫ് ദ സീസൺ ക്ലീൻ ഷീറ്റ്, ആസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോലെ 2-0 3-0 വാട്ട് എവർ ഇറ്റ് ഇസ്, ഐ വാണ്ടഡ് എ ക്ലീൻ ഷീറ്റ് പറഞ്ഞായിരുന്നു. അത് കിട്ടി. സോ ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ് സ്കോർ ലൈൻ. അപ്പം സോ ഓവറോൾ ഐ എം ഹാപ്പി, ബട്ട് ദർ ആർ എ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് ക്യാൻ ബി ഇംപ്രൂവ്ഡ്. അതാണ് എൻ്റെ. വാട്ട് അബൌട്ട് യു അരുൺ? എനിക്ക് കണ്ടപ്പോ ഞാൻ മിക്സഡ് ആയിപ്പോയി. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോ ഞാൻ ഭയങ്കര ഹാപ്പി ആയി. ഓക്കെ, വി ആർ ബാക്ക് സ്റ്റാർട്ട്. എനിക്ക് അറിയാൻ കുറച്ച് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അവിടെ ഇവിടെയൊക്കെ കാണുമെന്ന് അറിയായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ ഭയങ്കരമായിട്ട് ബോൾ മിസ് ചെയ്യുന്നു. ഒരുപാട് ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ്. പക്ഷെ ഞാൻ അതിലോട്ടൊന്നും ഇപ്പൊ പോകുന്നില്ല. നമുക്ക് ഒരു ഓവറോൾ ഐ ലൈക്ക് ദ ഗെയിം, വാസ് എ ഓക്കെ ഗെയിം. പക്ഷെ മേജർ തിങ്, വി ഗോട്ട് ദ വിൻ. നമുക്ക് 2-0 സാക്ക അസിസ്റ്റ് ആൻഡ് ഗോൾ, അതിലൊരു സന്തോഷമുണ്ട്. പിന്നെ ഹാവേർട്സ് ഒരു ഗോൾ അടിച്ചു, അതും ഒരു നല്ല സന്തോഷമാണ്. സോ അതിൽ നിന്ന് നമുക്ക് പോസിറ്റീവ്സിലോട്ട് തന്നെ പോവാം. ഫസ്റ്റ് മാച്ച് പോസിറ്റീവ്സ് ആയിട്ട് എനിക്ക് ഇന്നത്തെ മാച്ച് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് എന്ന് പറയുന്നത്, എനിക്ക് ഫ്രണ്ട് ലൈൻ അത്യാവശ്യം ഇപ്പം ഹാവേർട്സ് ആൻഡ് ഓഡെഗാർഡ്, പിന്നെ എടുത്തു പറയാൻ ഡേവിഡ് റായയുടെ ഒരു അമ്മാതിരി സേവ് ഉണ്ടായിരുന്നു ഇന്ന്. ഒരു രക്ഷയില്ലാത്തൊരു സേവ് ആയിരുന്നു. ഞാൻ ഇന്ന് സത്യം പറഞ്ഞ ഡേവിഡ് റായ എന്ന ആക്ഷനിൽ കാണില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ചാൻസ് നമ്മൾ തന്നെ ഇത് കൺസീഡ് ചെയ്തു. ബട്ട് റയ പ്ലേഡ് റിയലി വെൽ. ഷേക്കി മൊമെന്റ്സ് ഒന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ സാക്ക ഹാസ് ടു ബി സെഡ്, കാരണം സാക്ക മാച്ച് ഫിറ്റ്നസ് 50% മാച്ച് ഫിറ്റ്നസ്സിൽ കളിച്ച കളിയായിരുന്നു. ബട്ട് ഹി സ്റ്റിൽ ഗോട്ട് എൻ അസിസ്റ്റ് ആൻഡ് എ ഗോൾ. അതും രണ്ടാമത്തെ ഗോളൊക്കെ വേറെ ലെവൽ സാധനം. സോ പോസിറ്റീവ്സിൽ എനിക്ക് മെയിൻ ആയിട്ടും റായ, സാക്ക, ഹാവേർട്സ് ആണ് കൂടുതൽ എൻ്റെ. ഒഡെഗാർഡ്, ഓഫ് കോഴ്സ് ഒഡെഗാർഡ് ഉണ്ട്. ഒഡെഗാർഡ് പിന്നെ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു 7 or 8 out of 10 എപ്പോഴും തരും നമുക്ക്. സോ ഞാൻ എടുത്തു പറയുന്നില്ല. ബട്ട് ഇതായിരുന്നു എനിക്ക് തോന്നിയ പോസിറ്റീവ്സ്. യു ഗൈസ്, വാട്ട് ഡു യു തിങ്ക്? സോ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നത് ഫസ്റ്റ് ആൻഡ് മേജർ തിങ് ഇസ് അവർ ഫസ്റ്റ് ഗോൾ. അത് ആ ക്രോസ് ഇൻ ടു ദ ബോക്സ് പെർഫെക്റ്റ് സാധനമായിരുന്നു. ലൈക്ക് ഗോൾ കീപ്പറിന് എന്താ പറയാ, ലൈക്ക് ദെയർ ഗോൾ കീപ്പർ അവിടെ ഹി വാസ് കൺഫ്യൂസ്ഡ്, എന്ത് ചെയ്യണം, നോ മാൻസ് ലാൻഡ് എന്ന് പറയില്ലേ, അതുപോലെ ലൈക്ക്
ഫ്രണ്ടിലോട്ട് വന്ന് കളക്ട് ചെയ്യണോ അതോ കളക്ട് ചെയ്യാൻ പോയി നോക്കിയിട്ട് അത് നടന്നുമില്ല. ലൈക്ക് ഗോൾ ലൈൻ നിന്നിരുന്നെങ്കിൽ ഫോർ ഷുവർ ഷോട്ട് അത് ഗോളായിരുന്നു. ആൻഡ് സെക്കൻഡ് ആ ക്രോസ് ആയിരുന്നു മേജർ പോസിറ്റീവായിട്ട് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് ഇസ് കുറെ നാൾക്ക് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ലൈക്ക് ഫസ്റ്റ് ബോൾ ഇൻ ദ ബോക്സ് നമ്മുടെ ഫൈനൽ തേർഡിൽ ഒരു ബോൾ ഇടുമ്പം ആ ഫസ്റ്റ് ബോൾ വിൻ ചെയ്ത് ഗോൾ പോസ്റ്റിലോട്ട് ലൈക്ക് ഐദർ എ ഷോട്ട് ഓൺ ടാർഗറ്റ് ഓർ ക്ലിയർ കട്ട് ഹെഡർ ആയിട്ട് ഒരു ഗോൾ കിട്ടണം. അങ്ങനെ ചാൻസസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ട് പുറത്തടിച്ച് കളയുകയും ചാൻസസ് മിസ് ചെയ്യും ഡയറക്റ്റ് ഗോൾ കീപ്പർ അടിച്ചുകൊണ്ടിരുന്ന കുറെ സിറ്റുവേഷൻസ് ഉണ്ടായി. ബട്ട് ഇത് ഹാവേർട്സ് അത് കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് നമ്മുടെ സീസണിലെ ഫസ്റ്റ് ഗോൾ അടിക്കുകയും ചെയ്തു. ദാറ്റ് വാസ് വൺ ബിഗ്ഗസ്റ്റ് പോസിറ്റീവ്. പിന്നെ ആസ് ഓൾവേസ് ഇവന്റെ ഒഡേഗാർഡ് വാസ് ക്ലാസി. ഒഡേഗാർഡിന്റെ ബോൾ കൺട്രോൾ ആണെങ്കിലും റൺസ് ആണെങ്കിലും എല്ലാം ക്ലാസിക് ഒഡേഗാർഡ് ആയിരുന്നു. ബാക്ക് ലൈൻ വാസ് സ്ട്രോങ്. സിൻചെങ്കോ കൂടുതൽ മിസ്റ്റേക്സ് ഒന്നും കാണിച്ചില്ല. അവിടെ ഇവിടെ മിസ്റ്റേക്സ് ഉണ്ടായി, ബട്ട് മിസ്റ്റേക്സ് ഒന്നും അത്രയ്ക്ക് കാണിച്ചില്ല. ആൻഡ് ഡേവിഡ് റയ ബിഗ്ഗസ്റ്റ് പോസിറ്റീവ്. നമ്മളെ ഫസ്റ്റ് ഗോൾ അടിച്ചത് കഴിഞ്ഞ പാടെ അവര് ഒരു ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയല്ലോ ആ സേവ്. ഇപ്പൊ അരുൺ ബ്രോ പറഞ്ഞല്ലോ, അപ്പൊ ആ ഗോൾ അല്ല മീൻ ആ സേവ് തന്നെ പുള്ളി റൈറ്റ് സൈഡിലോട്ട് പുള്ളി ആ റൈറ്റ് പോസ്റ്റ് ഇങ്ങനെ സേവ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടായിരിക്കും ബോൾ വരാന്ന് വിചാരിച്ച് പുള്ളി ചാടിയിട്ടും ക്വിക്ക് റിഫ്ലക്സ് ആയിട്ട് പുള്ളി സേവ് ചെയ്തതാണ്. പുള്ളിയിൽ നിന്ന് നമ്മൾ അങ്ങനെ ഒരു സേവ് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതൊക്കെ റാംസ്ഡെയിലിന്റെ അല്ലെങ്കിൽ ഒരു ട്രേഡ് മാർക്കാണ്. പക്ഷെ റയ ഗോൾ കീപ്പിംഗിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. പുള്ളി ബാക്കിയെല്ലാം ബോൾ പ്ലേയിങ്ങും അതുപോലെ തന്നെ മീൻ ക്രോസ് ക്ലൈമിങ്ങും എല്ലാം ടോപ്പാണ്. ബട്ട് ആ ഒരു 1-on-1 സേവ്സ് ഒക്കെ പുള്ളി ഇമ്പ്രൂവ് ആവുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എനിക്ക് ഒരു ഡ്രോബാക്ക് ഇന്ന് റയയുടെ ഒരു പാസ് ഉണ്ടായി ടു സലീബ. ലൈക്ക് നമ്മള് ഇൻ ദ ബോക്സ് ഒരു പാസ് ഉണ്ടായി സെക്കൻഡ് ഹാഫിൽ. ആരും ശ്രദ്ധിച്ചായിരുന്നു? ആവശ്യമില്ലാത്തൊരു പാസ് ആയിരുന്നു. ക്ലിയറൻസ് ചെയ്യേണ്ട സാധനം സലീബയ്ക്ക് കൊടുത്ത് അത് ലൈക്ക് മേ ബി അത് വേറൊരു ടീം അല്ലെങ്കിൽ ഒരു സ്ട്രോങ്ങർ സ്ട്രൈക്കറോ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഫിനിഷറോ എല്ലാം ആയിരുന്നെങ്കിൽ ദാറ്റ് വാസ് വി ഷുഡ് നോട്ട് ഹാവ് കൺസീഡഡ്. അത് ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഭാഗ്യത്തിന് ഗോൾ അടിച്ചില്ല അവര്. സോ അതൊരു ചെറിയൊരു മിസ്റ്റേക്ക്, ബട്ട് ഇറ്റ് ഹാപ്പൻസ്. ആ ഒരു സിറ്റുവേഷനിലാവും. പക്ഷെ ഫസ്റ്റ് മാച്ച് അല്ലേ? അതെ അതെ അത് കാരണം അത് ക്ലിയർ ചെയ്യായിരുന്ന ഒരു ബോൾ ആയിരുന്നു ആക്ച്വലി. അത് നമ്മൾ വെറുതെ അങ്ങനെ ഒരുപാട്, കാരണം നമുക്ക് ക്ലിയർലി കാണാമായിരുന്നു ആൾക്ക് അവിടെ മാൻ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വോൾസ്. അതും നല്ല രീതിക്ക് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ എത്ര റിസ്കി ചാൻസ് എടുക്കേണ്ടിയിരുന്നില്ല. ബട്ട് കുഴപ്പമില്ല. പിന്നെ അതാണ്, അത്രയാണ് പോസിറ്റീവ്സ് ആയിട്ട് എനിക്ക് തോന്നിയത്. ബ്രോ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇപ്പൊ പോസിറ്റീവ്സ് എന്നൊക്കെ പറഞ്ഞാൽ മെയിൻ തിങ് ഇസ് ക്ലീൻ ഷീറ്റ്. ബാക്ക് ടു ലൈക്ക് നമ്മൾ ക്ലീൻ ഷീറ്റ് വാങ്ങിച്ചു തുടങ്ങി. ഫസ്റ്റ് ഗെയിം ക്ലീൻ ഷീറ്റ്, അതാണല്ലോ നമുക്കൊരു സ്റ്റാർട്ട് കിട്ടണം. ഒരു സീസൺ തുടങ്ങുമ്പോൾ 38 കളി എന്ന് പറഞ്ഞാൽ ഒറ്റടിക്ക് ഹൈയില് പോകേണ്ട ആവശ്യമില്ലല്ലോ. ലൈക്ക് ബിൽഡപ്പ് ചെയ്യാം. പക്ഷെ ഇനീഷ്യലി നമുക്ക് നമ്മുടെ ഫിക്സ്റ്റേഴ്സ് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് അപ്പ് ഫേസ് നമുക്ക് സത്യം പറഞ്ഞാൽ ഇല്ല. ബട്ട് ലൈക്ക് നമ്മുടെ നെക്സ്റ്റ് ഗെയിം ആസ്റ്റൺ വില്ല ആണ്, സിറ്റി വരുന്നുണ്ട്, ലിവർപൂൾ ഒക്കെ വരുന്നുണ്ട് ഇൻ ദ ഫസ്റ്റ് 6 ഗെയിംസ്. ഇല്ല, ബട്ട് ഗുഡ് സ്റ്റാർട്ട്. ഒരു ഇതിന്ന് നമുക്ക് 2-0 ക്ലീൻ ഷീറ്റ് ആണ്. ഡിഫൻസ് മര്യാദയ്ക്ക് സ്റ്റേബിൾ ആയിട്ട് നിന്നു. അറ്റാക്ക് കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. സോ ഇത് വെച്ച് ബിൽഡപ്പ് ചെയ്ത് നെക്സ്റ്റ് ഗെയിമിൽ കോൺഫിഡന്റ് ആയിട്ട് അവർക്ക് പിന്നെയും പെർഫോം ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ മേജർ ഇത്. നമുക്ക് ഒരിക്കലും ഫസ്റ്റ് ഗെയിം തന്നെ ലൈക്ക് ഫുൾ ഫ്ലെഡ്ജ് ഓഫ് ആർസണൽ നമുക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വി ഷുഡ് ചെറിഷ് ആ 2-0 വിൻ തന്നെ ചെറിഷ് ചെയ്യണം. അതാണ് മെയിൻ. ഓക്കെ ബ്രോ, അപ്പൊ പിന്നെ നമുക്ക് ജോവിൻ ബ്രോ, ഇന്ന് നമുക്ക് എസ്പെഷ്യലി കാണാൻ പറ്റുവാണെങ്കിൽ ഇന്നൊരു നെഗറ്റീവായിട്ടൊരു എന്താ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഒരു സംതിങ് ലാക്കിംഗ് ആയിട്ട് തോന്നിയ എന്തൊക്കെയാണ് തോന്നിയത്? മാർട്ടിനെല്ലിന്റെ ഡിസിഷൻ മേക്കിംഗ് എനിക്ക് കുറച്ച് കാരണം റൈസ് അവിടെ ഓപ്പൺ ആയിരുന്നു ആ ഒരു ഇൻസിഡന്റില്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ ആ ഒരു സെക്കൻഡ് ഗോൾ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ തന്നെ 2-0 അടിക്കാൻ പറ്റുന്ന ആ ഒരു, പക്ഷേ ആ ഷോട്ട് ജസ്റ്റ് പോസ്റ്റിന്റെ അടുത്തൂടെയാണ് പോയത്. ബട്ട് സ്റ്റിൽ മാർട്ടിനെല്ലി അത് സ്വന്തം തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കി. അപ്പം ഡിസിഷൻ മേക്കിംഗ് ആണ് കുറച്ചും കൂടി
കറക്റ്റ് ആക്കേണ്ടത്. ബാക്കിയെല്ലാം ഒരുപക്ഷെ ട്രൊസാർഡ് ആയിരുന്നു ചിലപ്പോൾ അതൊരു പാസ് ആയിരുന്നു. മേ ബി ട്രൊസാർഡ് കുറച്ചും കൂടെ കണ്ണിങ് ആണ് മാർട്ടിനെല്ലിനേക്കാൾ കുറച്ചും കൂടി. ഐ മീൻ ഡിഫൻഡേഴ്സിനെ ഡ്രോ ചെയ്യാനും കുറച്ചും കൂടി ഫേക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു കഴിവ് മാർട്ടിനെല്ലിനേക്കാളും ട്രൊസാർഡിനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് ഓഫ് ദ പിച്ച് വാസ് ഓൾമോസ്റ്റ് പെർഫെക്റ്റ്. പിന്നെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ പിച്ച്, അതായത് സിൻചെങ്കോ ലെഫ്റ്റ് ബാക്ക് ആ ഒരു ഏരിയയിലായിരുന്നു മാക്സിമം. സിൻചെങ്കോ പലപ്പോഴും ഔട്ട് ഓഫ് പൊസിഷൻ ആകുന്ന പോലെ കളിയുടെ ഒരു ഫ്ലോയിൽ പോകുമ്പോൾ പുള്ളി എവിടെയെന്നില്ലാണ്ട് ആയി പോകുന്ന ഒരു ഡിഫൻഡറിന് വേണ്ട ഒരു പൊസിഷനിങ് പുള്ളി കീപ്പ് ചെയ്യുന്നില്ല. ഒരു ഡിസിപ്ലിൻ പുള്ളി കീപ്പ് ചെയ്യാത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അവരത് ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പക്ഷെ ആ ലെഫ്റ്റ് സൈഡ് ഇത്രയും വൾണറബിൾ ആവാൻ എനിക്ക് ഇന്ന് തോന്നിയ 2 പെർഫോമൻസ് കുറച്ച് എനിക്ക് എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ പാർട്ടയും റൈസും അത്രയ്ക്ക് അങ്ങോട്ട് അവരുടെ 100% അല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് കൂടെ ആണോ ലെഫ്റ്റ് സൈഡ് ഇത്ര എക്സ്പോസ്ഡ് ആയെന്ന് എനിക്ക് സംശയമുണ്ട്. പാർട്ടിയുടെ അത്ലറ്റിസിസം നമ്മൾ ഓരോ കളി വരുമ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം പുള്ളിയുടെ ക്വാളിറ്റി അപാരമായിരുന്നു. പക്ഷെ ഇപ്പോ ഈ കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് നോക്കുമ്പോഴൊക്കെ പുള്ളിക്ക് ലോൺ 6 ആയിട്ട് കളിക്കാൻ പറ്റുമോ എന്നുള്ളതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. എസ്പെഷ്യലി സിൻചെങ്കോ പോലൊരു ലെഫ്റ്റ് ബാക്ക് ആണ്. ഇപ്പൊ ടിംബർ വന്നപ്പോൾ നമ്മൾ കണ്ടു പെട്ടെന്ന് ക്വാളിറ്റി ടെക്നിക്കലി നമ്മൾ റേസ് ആയി, ടെക്നിക്കൽ സെക്യൂരിറ്റി ഹൈ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് 2 രീതിയിലും പോവാം. ഇപ്പം എനിക്ക് തോന്നുന്നത് പാർട്ടിക്ക് പകരം ഇപ്പം അവിടെ ഒരു റൈസും പിന്നെ മെറീനോ, ഇപ്പൊ LCM പോലെ മെറീനോ വരുവാണെങ്കിൽ ചിലപ്പം അത്രയും ത്രെട്ട് ഉണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് മെയിൻലി അതാണ് തോന്നുന്നത്. പാർട്ടിയാണ് മെയിൻ ആയിട്ട്. ഇന്ന് മിഡ്ഫീൽഡ് പാർട്ടി കുറെ മിസ് പാസസ് ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. മെയിൻലി ഫസ്റ്റ് ഹാഫ് ഇറ്റ് വാസ് ഓക്കേഷ്, കുഴപ്പമില്ല. അവൻ ഫുൾ ഫിറ്റ്നസ് ആയോ ഇല്ലയോ, അതോ കോൺഫിഡൻസ് ഇല്ലായ്മയാണോ എന്താന്ന് ലിറ്ററലി അറിയില്ല. പഴയ ഒരു നമ്മള് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രൂ ബോൾ കൺട്രോൾ അത് കാണുന്നില്ല. ലൈക്ക് മിസ് പാസസ് കൂടുതലായിരുന്നു. ഈവൻ ഫസ്റ്റ് ഹാഫിൽ ഒരു കട്ട് ബാക്ക് ഉണ്ടായി. ക്ലിയർലി അത് ഒരു ഫേക്ക് പോലെ അവസാനം ബെൻ വൈറ്റ് അൾട്ടിമേറ്റ്ലി ഷോട്ട് എടുക്കേണ്ടി വന്നു. ലൈക്ക് പാർട്ടി അത് ലൈക്ക് കാലിൽ പോലും ടച്ച് പോലും ചെയ്തില്ല. ദാറ്റ് ഇസ് ലൈക്ക് കോൺഫിഡൻസ് ഇല്ലായ്മ കാണുന്നുണ്ടായി. പിന്നെ ലൈക്ക് ആ ഒരു പാർട്ടി റൈസ് ഒഡേഗാർഡ് ആ സിങ്ക് മൊത്തത്തിൽ കാണാൻ പറ്റിയിട്ടില്ല ഗെയിമിൽ. ആ ഒരു മിഡ്ഫീൽഡ് ഒരു ഗെയിമിന് ഒരു ഫ്ലോ ഉണ്ടാവുമല്ലോ, ഇല്ല. എനിക്കതാണെന്ന് തോന്നിയൊരു കാര്യമാണ്. തോമസ് പാർട്ടിക്ക് ഒരു കുറെ പൊതുവെ പുള്ളിക്ക് ഇത്രയും പ്രഷർ വരുമ്പോൾ പുള്ളി ഭയങ്കര ആ പ്രഷർ ഈറ്റപ്പ് ചെയ്തിട്ട് ഒരു സ്പേസ് കണ്ടെത്തുന്ന ഒരു പരിപാടി ഉണ്ട് പുള്ളിക്ക്. പുള്ളി ബോഡി ഓപ്പൺ ചെയ്ത് കളിക്കുന്ന ഒരു സ്റ്റൈലൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇന്ന് അത്ര കണ്ടില്ല. പുള്ളി എത്ര പ്രസ് ചെയ്താലും പുള്ളി ഭയങ്കര പ്രസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലെയർ ആണ്. പക്ഷെ ഇന്ന് എനിക്ക് അറിയില്ല, മേ ബി ഇതായിരിക്കാം, ഫെറ്റീഗ് എന്തെങ്കിലും ആയിരിക്കാം. നമുക്ക് അതൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാനും പറ്റത്തില്ല. But hopefully, if we can come back next match with more confidence, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ഹയർ ലെവലിൽ മിഡ്ഫീൽഡ് കുറച്ചുകൂടെ നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ റൈസും കുറച്ച് ക്ഷീണമായിരുന്നു. അതെ ശരിയാണ്. റൈസും ഫുൾ യൂറോ കഴിഞ്ഞ സീസൺ കളിച്ചു, അതുപോലെ യൂറോസും ഫുള്ള് കളിച്ചു. അപ്പൊ അതിന്റെ ഒരു ഫറ്റീഗ് ഉണ്ട്. എത്ര ആണെന്ന് പറഞ്ഞാലും സാക്കയ്ക്കും റൈസിനും അതുപോലെ ഈ ത്രൂഔട്ട് ദ സീസൺ എല്ലാ കളിയും കളിക്കുന്നവർക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതാണ് ഇന്നത്തെ കളിയിൽ നമ്മൾ അവരിൽ നിന്നൊന്നും ഒരു 100% കിട്ടാത്തത് എന്ന് നമുക്ക് തോന്നുന്നത്. പിന്നെ ഈ ഇപ്പോ പാർട്ടി മിസ്റ്റേക്സ് വരുത്തി എന്ന് പറയുന്നത്, പക്ഷെ പാർട്ടി ആ മിഡ്ഫീൽഡ് ചെയ്യുന്ന കാര്യം റൈസിന് ചെയ്യാൻ പറ്റില്ല. അൺഫോർച്ചുനേറ്റ്ലി ഈസ് നോട്ട് ദ പ്ലെയർ ദാറ്റ് പാർട്ടി ഈസ്. ആ ഒരു ഹാഫ് ടേണിൽ ബോൾ എടുത്ത് ത്രൂ കൊടുക്കാൻ റൈസിനെ കൊണ്ട് എന്തായാലും പറ്റില്ല. റൈസ് ടു സേഫ് സൈഡ് വേസ് അല്ലെങ്കിൽ ബാക്ക്വേർഡ്സ് പാസ് കളിക്കുന്ന ഒരു അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിന്ന് വെസ്റ്റ് ഹാമിൽ നിന്നൊക്കെ അങ്ങനെ കളിച്ച് ശീലിച്ചുകൊണ്ടാവാം മേ ബി. ബട്ട് എനിവേ ഇംഗ്ലണ്ടിന് വേണ്ടി പുള്ളി അങ്ങനെ തന്നെയാണ് കളിക്കുന്നത്. സോ അതുകൊണ്ടായിരിക്കും
വെർട്ടിക്കൽ പാസുകളൊക്കെ വളരെ കുറവാണ് റൈസിന്. ലൈൻ ബ്രേക്കിംഗ് പാസസ് ഒക്കെ ഭയങ്കര കുറവാണ്. അപ്പോ അതിപ്പം മെറീന വന്നാൽ അത് അതിനൊരു സൊല്യൂഷൻ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കളിക്കുന്ന അതേ പൊസിഷൻ തന്നെ കളിച്ചാലും പുള്ളിക്ക് കുറച്ചും കൂടി ഡീപ്പ് ചെയ്യുന്ന ആ ഒരു ത്രൂ ബോൾസും ആ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. Anyway, we are going on the right. അപ്പം anyway, we are going on the right path. So ഇനിയിപ്പം മെറീനോയും കൂടെ വരാനുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ സ്ട്രൈക്കർ പൊസിഷനിൽ ആള് വേണം എന്ന് എല്ലാവരും പറയുന്നു. പക്ഷെ എനിക്കതിനോട് യോജിപ്പില്ല. We are more than efficient in that position. Like we are more than efficient to score goals. അപ്പൊ ആ മിഡ്ഫീൽഡിൽ നിന്നുള്ള പ്രോഗ്രഷൻ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വേണ്ടത്. ഇപ്പൊ പാർട്ടിയിൽ നിന്ന് മിസ്റ്റേക്സ് ഒഴിവാക്കി നിർത്തിയാൽ നമുക്ക് കുറച്ചും കൂടി ഗോൾസ് സ്കോർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളങ്ങനെ ഡിഫൻഡ് അവിടെ എനിക്ക് ഒരു യോജിപ്പ് ഇല്ലാത്തതിന്റെ കാരണം ഞാൻ പറയാം. മിഡ്ഫീൽഡ് ഓക്കെ ഫൈൻ, വാട്ട് എവർ യു ടോൾഡ് മിഡ്ഫീൽഡിന്റെ ബേസിസിൽ ഓക്കെയാണ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ക്ലിനിക്കൽ ഫിനിഷിംഗ് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ സ്ട്രൈക്കർ വേണമെന്ന് കൂടുതൽ ഫാൻസും എല്ലാവരും പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇന്നത്തെ ഗെയിമിൽ സെക്കൻഡ് ഹാഫിൽ ഹാവേർട്സിന് ഒരു ചാൻസ് കിട്ടിയത്, ആ ഒരു ഷോട്ട് എടുത്തത് അറ്റ്ലീസ്റ്റ് ലൈക്ക് അത്രയും ടൈം കിട്ടിയിട്ട് ബോൾ ഹോൾഡ് ചെയ്തിട്ട് അത് ക്ലിയർ ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള സ്ട്രൈക്കർ ആണെങ്കിൽ ഇത് അറ്റ്ലീസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ് ഫിനിഷ് ആവുകയോ ഷോട്ട് ഓൺ ടാർഗറ്റ് അടിച്ചാൽ ഗോൾ കിട്ടില്ലല്ലോ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഷോട്ട് ഓൺ ടാർഗറ്റ് ആണെങ്കിലും കൈ ഹാവേർട്സിനെ സെന്റർ ഫോർവേഡ് കളിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വളരെ അധികം ബാക്കി ഒരാളിൽ നിന്ന് കിട്ടാത്ത ഒരു മൂവ്മെന്റ് ഉണ്ട്. ആ ഒരു തോമസ് മ്യൂളർ ടൈപ്പ് മൂവ്മെന്റ് അത് ഭയങ്കരമാണ്. ഫസ്റ്റ് ഗോളിൽ തന്നെ പുള്ളി ആ ഒരു പാറ്റേൺ ഓഫ് പ്ലേയില് സാക്കയ്ക്ക് ബോൾ കിട്ടിക്കഴിഞ്ഞിട്ട് പുള്ളിയുടെ മൂവ്മെന്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. റിയലി ഗോൾ കീപ്പറിന് വരണോ അതോ ബോള് ക്രോസ് ക്ലെയിം ചെയ്യണോ അതോ ഡിഫെൻഡ് ചെയ്യണോ, അവരെ കൺഫ്യൂസ്ഡ് ആക്കുവാണ്. സോ ആ ഒരു പൊസിഷനിൽ പുള്ളി ടോപ്പാണ്. പക്ഷെങ്കിൽ ദീപക് പറഞ്ഞ ഈ ക്ലിനിക്കൽ ഫിനിഷിങ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പം നമുക്കൊരു ലോ XG പൊസിഷനിൽ നിന്നൊക്കെ കൺവേർട്ട് ചെയ്യുന്ന പ്ലേയേഴ്സ് ഉണ്ടാവുമ്പോൾ, അങ്ങനെയുള്ള പ്ലേയേഴ്സിനൊക്കെ നമ്മൾ വേറെ കാണുമ്പോൾ ഹാവേർട്സ് ഇത്ര ഓപ്പൺ ചാൻസ് വീക്ക് ഫുട്ടില് ടാർഗറ്റിംഗിൽ അടിക്കായിരുന്നു നമുക്ക് തോന്നും. ഹാവേർട്സ് മാത്രമെന്നല്ല, ഹാവേർട്സിന് ഒരു ഗെയിമിൽ മേ ബി അവൻ ക്ലിനിക്കൽ ആവില്ലായിരിക്കാം. അത് എവറി സ്ട്രൈക്കർ ഹാസ് എ ബാഡ് ഡേ. അതിലല്ല നമ്മുടെ ടീമിന്റെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ലൈൻ അല്ലെ സബ് സ്ട്രൈക്കർ ലൈക്ക് സൂപ്പർ സബ് ആയിട്ട് ഇറക്കുന്നോ സ്ട്രൈക്കർ ആയിട്ടുള്ളത് ജിസൂസ. അവന്റെയും സിറ്റുവേഷൻ സെയിം ആണ്. ലൈക്ക് ഹീൽ മേക്ക് ഓൾ ദ റൺസ്, ക്ലിനിക്കൽ ബോൾസ് ഒക്കെ വാങ്ങിച്ച് ഡ്രൈവ് ത്രൂ ഒക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഫിനിഷിംഗ് വരുമ്പം ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. മാർട്ടിനെല്ലി നോക്കിക്കഴിഞ്ഞാൽ മാർട്ടിനെല്ലി സെയിം ആണ്. ലൈക്ക് ഫിനിഷിംഗ് ഇല്ല. ഒഡേഗാർഡ് ആണെങ്കിലും ഷൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഫിനിഷിംഗ് അത്ര മീൻസ് ഹൈ എൻഡിൽ എത്തിയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് ഒഡേഗാർഡിന് ഒരു പോയിന്റിൽ ബോൾ കിട്ടിയിട്ടുണ്ട്. അത് എന്താ പറയാ 90% അത് ഗോൾ തന്നെ ഒഡേഗാർഡിന്റെ പൊസിഷൻ അവിടെയാണ്. കാരണം എസ്പെഷ്യലി കാരണം ഒഡേഗാർഡിനെ അത്രയും സ്ട്രെസ് ചെയ്യാത്തതിന്റെ റീസൺ ഒഡേഗാർഡ് ഡീപ്പിൽ നിന്ന് പ്ലേ മേക്ക് ചെയ്ത് വരുന്ന ഒരു പ്ലെയറും കൂടെ. അപ്പം ഒഡേഗാർഡ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനാണ് കൂടുതലും വേണ്ടത്. ആൻഡ് ഹീ ക്രിയേറ്റ്സ്. ഇന്ന് തന്നെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് ചില പുള്ളിയുടെ മൂവ്മെന്റ്സും ചില ഫ്ലിക്സ് ഒക്കെ ഭയങ്കര രസമാണ് കാണാൻ. പക്ഷെ ആ ഫൈനൽ ആ ബോൾ എടുത്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല ചിലപ്പം. ഇപ്പൊ ഹാവേർട്സ് ചില സമയത്ത് എന്താ പറയാ മേ ബി ഫൗള് വാങ്ങിക്കാൻ നോക്കുന്നതായിരിക്കാം. ഒരു ഫൗള് ഒന്ന് ജസ്റ്റ് എന്താ പറയാ ഒന്ന് വീണ് കഴിഞ്ഞാൽ ഒരു പെനാൽറ്റി ചാൻസ് ഉണ്ടെങ്കിൽ, അപ്പം അതല്ലാതെ ഒരു ഫിസിക്കൽ എന്താ പറയാ 1-on-1 ചാൻസ് ഉണ്ടായിരുന്നു. അപ്പം ഓഡേഗാർഡ് ഒരു ഫ്ലിക്ക് ഉണ്ടായിരുന്നു. ആ ഫ്ലിക്കിൽ ഒരു ഭയങ്കര ഒരു സ്പേസ് ഓപ്പൺ ആയി. അവിടെ അത് ബോള് നല്ലോണം ഹോൾഡ് ചെയ്ത് ഒന്ന് ഒരു സ്ട്രൈക്കറിനെ സംബന്ധിച്ചൊന്ന് ബോഡിയൊക്കെ ഒന്ന് മാറ്റി ഒരു കട്ട് ബാക്ക് പാസ് കൊടുക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഹാവേർട്സിന് അവിടെ അങ്ങനത്തെ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഏറ്റവും വലിയ പോസിറ്റീവ് തന്നെ നമ്മൾ കളിക്കുന്ന സിസ്റ്റത്തിൽ പൊസിഷനിങ് ആണ്. ഹാവേർട്സ് എത്തുന്ന ഒരു ടൈമിംഗ് ഉണ്ട്. ഹാവേർട്സിന്റെ ഒരു ടൈമിംഗ് അന്യായ ടൈമിംഗ് ആണ്. എവിടെ നിന്ന് എങ്ങനെ വരുന്നത് പറയാൻ പറ്റില്ല. കറക്റ്റ് ടൈമിൽ എത്തുക ആള്.
അത് ഗോളിനകത്ത് കയറി അത് നമുക്കങ്ങ് ഒന്നും പറയാൻ പറ്റത്തില്ല, അത് കയറും. പക്ഷെ ആ ഒരു ചാൻസ് ഉണ്ടായിരുന്നല്ലോ, അത്രയും സ്പേസ് കിട്ടിയിട്ടും അത്രയും ടൈം കിട്ടിയിട്ടും പുള്ളി ഫാർ കോർണറിലോട്ട് റൈറ്റ് ലെഗ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യാൻ നോക്കിയതൊക്കെയാണ് നമുക്ക് ചില സമയത്ത് നമുക്ക് നോർമൽ നമ്മളെ കളി കാണുന്ന സമയത്ത് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയി പോകും. കുറച്ചുകൂടെ ഒന്ന് ഇതാക്കി എടുക്കാൻ തോന്നും. പക്ഷെ ഓവറോൾ നമുക്ക് ആ ഒരു ഡിസ്കഷൻ അതൊരു എൻറ്റയർലി ഡിഫറെന്റ് ഡിസ്കഷൻ തന്നെയാവും. നമുക്ക് മറ്റൊരു വീക്ക്നെസ് അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് ഡ്രോബാക്ക് ഞാൻ മെയിൻ ആയിട്ട് ഒരെണ്ണം കൂടെ ഉള്ളൂ, ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് ദ റെഫറി. ഇത്രയും ബയസ്ഡ് ആയിട്ട് ആ റെഫറി, അതും ഫസ്റ്റ് ഗെയിം ഇത്രയും ലൈക്ക് ആർസണലിന് എപ്പോഴും ബയസ്ഡ് റെഫറീസ് കിട്ടുമെന്ന് ഉറപ്പാണ്. ബട്ട് ഇത്രയും ലൈക്ക് ഒരു ഫസ്റ്റ് സീസൺ തുടക്കമേ ഇങ്ങനെ തന്നെ ആർസണലിനെ മറ്റേ ഇതാക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം അവരെന്ത് ഫൗള് ചെയ്താലും ദാറ്റ് ഇസ് ഫൈൻ, ഓക്കെ. നമ്മുടെ ഒരു പ്ലെയർ മീൻസ് ആ ഹാവേർട്സിന്റെ ആ സിറ്റുവേഷൻ, ഇറ്റ് വാസ് എ ട്രൂ റെഡ് കാർഡ്. ഒരുത്തിന്റെ കഴുത്തെ പിടിച്ചിട്ട് തള്ളിയിട്ടിട്ട് അവൻ പിന്നെ അവസാനം വീണിട്ട് കൈ കാണിച്ചു കഴിഞ്ഞാൽ ഇന്റൻഷനലി കഴുത്തിൽ പിടിച്ചായിരുന്നു. അവൻ യോജിപ്പില്ല. ഐ മീൻ ഇതിപ്പോ നമ്മൾ ആർസണൽ ഫാൻസ് ആയതുകൊണ്ട് നമുക്ക് തോന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ ഫാൻസും ഇപ്പൊ ലിവർപൂൾ ഫാൻസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരും പറയും. പക്ഷെ ഞാൻ റഫറീസിനെ അവർ വിശുദ്ധരാണെന്നല്ല ഞാൻ പറയുന്നത്. ഈ PMGOL നമുക്ക് എതിരെ തന്നെയാണ് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ സീസണിൽ അത് കഴിഞ്ഞതിന് മുമ്പിലത്തെ സീസണിൽ ഒരു ബ്രെൻഫോർഡുമായിട്ടൊരു ഗോൾ ഓഫ്സൈഡ് ലൈൻ വരയ്ക്കാൻ തെറ്റിപ്പോയി എന്ന് പറഞ്ഞു, അതൊന്ന്. പിന്നെ കഴിഞ്ഞ സീസൺ ന്യൂകാസിൽ ഗെയിം നമ്മൾ പൊട്ടിയ ഗെയിം, അതുപോലെ കഴിഞ്ഞ സീസൺ നമ്മള് ആസ്റ്റൺ വില്ല അല്ല വെസ്റ്റ് ഹാം, ഒരു വെസ്റ്റ് ഹാം ആയിട്ട് എവേയോ അല്ല ഹോമാന്ന് തോന്നുന്നു. കാരണം നമ്മള് പൊട്ടിയൊരു കളിയുണ്ട്, ബോൾ പുറത്തു പോയിട്ട് തിരിച്ചു വന്നെന്ന് പറഞ്ഞ അവർക്ക് ബോൾ ടെക്നോളജി ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ സീസൺ. PMGOL നമ്മള് വിശ്വസിച്ചിട്ട് കളിക്കാൻ ഇറങ്ങണ്ട. അത് നമ്മുടെ പ്ലേയേഴ്സിന് അറിയാം. അങ്ങനെയല്ല, അവര് ഫെയർ ആയിട്ട് ജഡ്ജ് ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കണ്ട. എന്നുള്ള ആറ്റിറ്റ്യൂഡില് കളിക്കുമ്പോഴാണ് നമ്മൾ 3, 4, 5 ഗോൾ അടിക്കുമ്പോൾ നമ്മള് അങ്ങനെ അടിക്കേണ്ട ആവശ്യം വരുന്നത്. ഇല്ലെങ്കിൽ 1-ൽ എപ്പോ വേണേലും 1-1 ആവാൻ നമുക്ക് പോയിന്റ് ഡ്രോപ്പ് ചെയ്യാം. അതിന് ഈ ഏതെങ്കിലും ഒരു സെന്റ് റെഫറി വിചാരിച്ചാലും നടക്കും. പക്ഷെ ഇപ്പൊ 3-0 up or 4-0 up, അത് തന്നെയാണ്. അപ്പം ഇത് പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ സോറി ആസ് എ ഫാൻ നമ്മൾ ബയസ്ഡ് ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമിന് വേണ്ടി നമ്മൾ റൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ഇത് തന്നെ. ഇപ്പൊ ഈ കൈ ഹാവേർട്സിനെ കഴുത്തിന് പിടിച്ച ആ ഇൻസിഡന്റ് തന്നെ എനിക്ക് തോന്നിയത് കൈ ഹാവേർട്സ് ഒരു കോണ്ടാക്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, അവനെ പിടിച്ച് വലിച്ച് അവന്റെ ബാലൻസ് പോയി. അപ്പൊ അവന് വേറെ എവിടെ പിടിക്കാനോ, അവൻ ബാലൻസ് വീഴുന്ന സമയത്ത് അവൻ അറിയാണ്ട് കഴുത്തെ പിടിച്ചു, ഓക്കെ. ബട്ട് ഇതിപ്പോ നമ്മളാണ് ചെയ്തതെങ്കിൽ ഷുവർ റെഡ് കാർഡാണ്. അത് ഞാൻ ഉറപ്പായിരുന്നു. ബാലൻസ് തെറ്റി വീഴുന്നില്ല, വീണ് കഴിഞ്ഞ് ഹി റിക്കവേർഡ്. അവൻ എണീറ്റിട്ട് പുഷ് ചെയ്യാൻ പോയപ്പോഴാണ് അവൻ വീഴാൻ പോയത്. അത് കഴിഞ്ഞിട്ടാണ് അവൻ ചെയ്തത്. ലിറ്ററലി റീപ്ലേ നീ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ. അതേ സമയത്ത് അങ്ങനെയല്ല, നീ പിന്നെ ഒന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ മേ ബി യുവർ തോട്ട്സ്, ഇത് എന്റെ കാഴ്ചപ്പാട് തന്നെ. ലെറ്റ്സ് ഇന്നത്തെ സെയിം ഗെയിം നീ നോക്കിയാൽ മതി, ലൈക്ക് ന്യൂകാസിൽ സൗത്താംപ്ടൺ. ആ ഗെയിമിൽ ഫാബിയൻ ഷെയറിന് കൊടുത്ത റെഡ് കാർഡ്, ഇറ്റ് ഇസ് ജസ്റ്റ് ഹെഡ്ബട്ട് പ്രോപ്പർ റെഡ് കാർഡ് ആണ്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അതേപോലത്തെ ഒരു ഇൻസിഡന്റ് ആണല്ലോ, ലൈക്ക് രണ്ടുപേരും പ്രൊവോക്ക് ചെയ്ത സാധനമാണ്. അത് ഇനീഷ്യേറ്റ് ആയി റെഡ് കാർഡ്, ഓക്കെ ഫൈൻ. അതില് ആ റെഡ് കാർഡിന് ഞാൻ പറയുന്നില്ല. ഇതും അവൻ വേണോന്ന് കഴുത്തേൽ പോയി, ഹി വാസ് ട്രൈങ് ടു പുഷ് ഹിം, അത് കഴുത്തേലോട്ടായി. അത് ഇൻ ദ ഗെയിം ഇറ്റ്സ് എ റെഡ്. ഇത് ആണല്ലോ. അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ചാമ്പ്യൻസ് ലീഗ് നോക്കാം, ഫെയർ ആൻഡ് സ്ക്വയർ റെഫറി നമുക്ക് ചാമ്പ്യൻസ് ലീഗ് പ്രതീക്ഷിച്ചാൽ മതി. അപ്പൊ മിനിമം എക്സ്പെക്ടേഷൻസ് ഫെയർ ആൻഡ് സ്ക്വയർ until we play Barcelona or Real Madrid. അതൊക്കെ 10 കൊല്ലം മുന്നത്തെ കഥയല്ലേ. റിയൽ ഐ ഡോണ്ട് നോ, ബട്ട് ബാർസ
എനിവേ ഓക്കെ, അപ്പം നമുക്ക് ഇനിയും പതുക്കെ സ്റ്റാറ്റ്സിലോട്ട് മൂവ് ചെയ്ത് നോക്കാം. ഞാനിപ്പോ സ്റ്റാറ്റ്സ് എടുത്ത് എന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഡോമിനേറ്റഡ് ആയിട്ട്, അത്യാവശ്യം ഈക്വൽ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നല്ല ഡോമിനേഷൻ ഉണ്ട്. എല്ലാത്തിനും ഡബിൾ പെർഫോമിംഗ് ആണ്, എക്സെപ്റ്റ് ഫോർ പാസ് ആക്യുറസി. നമുക്ക് പാസ് ആക്യുറസിയിൽ മാത്രം ഒരു 85% പാസ് ആക്യുറസി, അവരൊരു 81% പാസ് ആക്യുറസി ഉണ്ടായിരുന്നു. ഇന്ന് അവരുടെ എല്ലാ പാസുകളും ഭയങ്കര എന്താ പറയാ, ക്ലാരിറ്റി ഉള്ള പാസുകളായിരുന്നു. നമുക്ക് അവരുടെ പാസുകളൊന്നും നേരെ ആദ്യം ബ്ലോക്ക് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. അവര് എടുക്കുന്ന ടച്ചസ് എല്ലാം നല്ല കറക്റ്റ് ടച്ചസ് ആയിരുന്നു. എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലായില്ല. ഇന്ന് നമ്മളെടുത്ത മൂവ്മെന്റ്സും കുറെയൊക്കെ തെറ്റും, അവരെടുത്ത മൂവ്മെന്റ്സ് എല്ലാം ശരിയും. അതുകൊണ്ട് മീൻസ് ഞാൻ പറയുന്നത്, ഇടയ്ക്കൊരു ഫേസ് വന്നായിരുന്നു, നമ്മൾ ഭയങ്കര ഡിപ്പായി, അവർ ഭയങ്കര ഡോമിനേറ്റ് ചെയ്ത് കളിച്ച പോലെ തോന്നി. പക്ഷെ സ്റ്റാറ്റ്സിൽ നോക്കുമ്പോൾ അത്രയും അറിയത്തില്ല. ബട്ട് എനിവേ ഷോട്ട്സ് നോക്കുവാണെങ്കിൽ 18 ഫോർ ആർസണൽ, 9 ഫോർ വൂൾസ്. അതിൽ 6 ഷോട്ട് ഓൺ ടാർഗറ്റ് ആർസണലിന്, 3 ഷോട്ട് ഓൺ ടാർഗറ്റ് വൂൾസിന്. പൊസഷൻ 53%, ആർസണൽ 47% വൂൾസ്. ആർസണൽ 419 പാസസ്, വൂൾസ് 373 പാസസ് ഇൻ ടോട്ടൽ. പിന്നെ ഫൗൾസ്, യെല്ലോ കാർഡ്സ്, അങ്ങനെ കുറെ മേജർ ആയിട്ട് നോക്കുവാണെങ്കിൽ XG സ്റ്റാറ്റ്സ് ആണ് ഇപ്പം നമ്മൾ പൊതുവെ നോക്കി വരുന്നത്. അതിനകത്ത് ഇപ്പൊ ആർസണലിൽ 1.51 ആണ് XG, വൂൾസിന് 0.4 ഉള്ളൂ. അതാണ് ഇന്നത്തെ ഒരു സ്റ്റാറ്റ്സ് വിച്ച് ഇസ് ഫെയർ എന്ന് എനിക്ക് തോന്നി. കാരണം സ്റ്റാറ്റ്സ് വെച്ചിട്ടുള്ള സ്കോറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അധികം ഭയങ്കര ഇതൊന്നും പറയാനില്ല അതിനകത്ത്. സാധാരണ നമ്മള് ഫസ്റ്റ് ഗെയിമാണ്. യെസ്, അതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. ഒരു ഈവൺ ഇഫ് ഇറ്റ് സിംഗിൾ മൊമെന്റ് ആണെങ്കിൽ പോലും ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഒരു ജൂറിയൻ ടിംബറിന്റെ റൗണ്ട് സാക്ക പോയിട്ടൊരു റൺ ഉണ്ടായി, കട്ട് ചെയ്തിട്ട് അകത്തോട്ട് പോയി. അവനൊരു മറ്റേ ഒരു പ്ലെയറിനെ ഫേക്ക് ചെയ്ത് അകത്ത് കയറി, അവർക്ക് ഗോൾ കിക്ക് ആയി. പക്ഷെ ആ ഒരു റൺ അത് അടിപൊളിയായിരുന്നു. അതാണ് ടിംബർ, കാലിഫിയോറി ഒക്കെ പോലെയുള്ള ഡിഫൻഡേഴ്സിന്റെ ഒരു പ്ലസ് ആണ്. നമ്മൾ അതുവരെ അത്രയും സ്കൗട്ട് ചെയ്ത് സൈൻ ചെയ്യുന്നതിന്റെ കാരണം അതാണ്. ദേ ആർ ഫിയർലെസ് ആൻഡ് ദേ ഹാവ് ദ കോൺഫിഡൻസ്. അപ്പൊ ആ കോൺഫിഡൻസിൽ ബോക്സിൽ വരെ കൊണ്ടുവരാൻ ടിംബർ ചെയ്യുന്ന വേറെ ആർക്കും വേൾഡ് ഫുട്ബോളിൽ വേറെ ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടെക്നിക്കലി ഹി സൗണ്ട്, ടെക്നിക്കലി ഭയങ്കര അടിപൊളി. അതുപോലെ ഡിഫൻസീവ്ലിയും പുള്ളി ഭയങ്കര സൂപ്പർ. If Timber was fit last season, we would have won everything. Premier League എന്ന് എനിക്കൊരു തോന്നലുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇറ്റ്സ് എവറി സീസൺ എന്തെങ്കിലുമൊക്കെ പ്രശ്നം. അതെ. അല്ല, ബട്ട് സ്റ്റിൽ നമ്മൾ ഇത് എത്രയ്ക്കും ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ അവിടെ അങ്ങനെയായിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് നമുക്ക് നമ്മൾ തന്നെ ചിലപ്പോ ഇരിക്കുമ്പോ ഡിപ്രഷൻ ആയി പോകും. അത് വിഷയമില്ല. ഇപ്പൊ ഇന്ന് ഹാപ്പി 2-0 വീക്കെൻഡ് സാറ്റർഡേ. റിലാക്സ് ആയിട്ട് നാളെ ലൈക് സിറ്റി, ചെൽസി അതൊക്കെ ഇരുന്ന് കാണാം. പക്ഷേ നമ്മുടെ ഗോൾ ഡിഫറൻസ് പോരാ, രണ്ടൊന്നും പോരാ. നമ്മുടെ ഒരു ഗോൾ ഡിഫറൻസ് ആണല്ലോ. ഫൈനലാണല്ലോ. അതെ, ബ്രൈറ്റൺ ഫസ്റ്റ്. ഞാനൊരു ഫസ്റ്റ് വീക്ക് തൊട്ടേ അങ്ങ് ടേബിളിന്റെ ടോപ്പില് എലിഫന്റ് ഓൺ ദ ട്രീ വേണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഓക്കെ, നമുക്ക് കാണാം. എന്തായാലും നമുക്ക് പതുക്കെ പ്ലെയർ റേറ്റിംഗ്സിലോട്ടൊന്ന് പോയാലോ? നമുക്ക് ഒരു പ്ലെയർ റേറ്റിംഗ് ഒന്ന് ഡിസ്കസ് ചെയ്താലോ? ഞാനിവിടെ ലൈനപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡേവിഡ് റായിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഔട്ട് ഓഫ് 10 ഗൈസ്, വാട്ട് ആർ യുവർ സ്കോർസ്? എനിക്ക് പ്ലെയർ റേറ്റിംഗ് തരുന്നതിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ചെറിയൊരു എമർജൻസി വന്നിട്ട് കളി ഞാൻ അത്ര 100% ഫുൾ സ്റ്റാർട്ടിങ് ടു ഫിനിഷ് കണ്ടില്ല. ഫസ്റ്റ് ഹാഫ് ഫുൾ കണ്ടു, പക്ഷെ സെക്കൻഡ് ഹാഫ് എനിക്ക് അത്ര അങ്ങനെ കാണാൻ പറ്റിയില്ല. സോ ഞാനത് പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ ഫെയർ ആയിരിക്കില്ല. എന്റെ പെർസ്പെക്റ്റീവിൽ 8 ഔട്ട് ഓഫ് 10 കൊടുക്കാം. ബേസിക്കലി ആ 8 വരാൻ കാരണം the two saves that he has done
പിന്നെ ക്ലിനിക്കൽ ബോൾ പാസിംഗ് ഒക്കെ ഓക്കെ ആയിരുന്നു. ആ 2 പോയിന്റ്സ് ലൈക്ക് റിഡക്ഷൻ വന്നത് മെയിൻലി ആ ഡിസിഷൻ മേക്കിംഗ് ഇൻ ദാറ്റ് പാസ്. അതല്ലാണ്ട് വേറെ മിസ്റ്റേക്ക് ഒന്നും ഇല്ല. ഹി ക്യാൻ ഇംപ്രൂവ്. അത്രയ്ക്ക് വേറെ ഒന്നും ചെയ്യാനും ഇല്ലായിരുന്നല്ലോ. സോ 8 is fair, I guess. യെസ്, ഞാൻ 7 ആയിരുന്നു +1. കാരണം ഓഫ് കോഴ്സ് ആ സേവ് ആ ഒരു ടൈമിൽ ആ സേവ് വന്നത് കറക്റ്റ് സമയത്തായിരുന്നു. ഒരെണ്ണം അല്ല, 2 എണ്ണം ഉണ്ടായിരുന്നു. മെയിൻ ആയിട്ട് ആ ഒരു സേവ്. പിന്നെ ഏതായിരുന്നു? ലാസ്റ്റിൽ ഒരു സേവ് കൂടെ ഉണ്ടായി. ഓക്കെ, ഡേവിഡ് റൈയുടെ ഒരു സേവ് ഉണ്ടായി സെക്കൻഡ് ഹാഫിൽ. എനിവേ, സോ ഡേവിഡ് റൈക്ക് ഒരു 8 out of 10. ഡിഫൻഡേഴ്സ് ബെൻ വൈറ്റ്. Ben White as usual solid ആയിരുന്നു. He's like every time we get proper 8 from Ben White. So Ben White സത്യം പറഞ്ഞ ആ സൈഡിൽ അത്രയ്ക്ക് ഡിഫെൻസീവ് ഇഷ്യൂസ് ഇന്ന് കണ്ടിട്ടില്ല. ഹി വാസ് സോളിഡ്. ക്ലിയർ ചെയ്യേണ്ട ബോൾസ് ക്ലിയർ ചെയ്തു. അറ്റാക്കിംഗ് വൈസ് ഷോട്ട്സ് ട്രൈ ചെയ്ത് ഇപ്രാവശ്യം ലൈക്ക് സെന്റർ ഓഫ് ദ പിച്ച് മീൻസ് നമ്മുടെ ഔട്ട്സൈഡ് ദ ബോക്സ് 2-3 ഷോട്ട്സ് ട്രൈ ചെയ്തു. ആരെയും അങ്ങനെ മറ്റേ എന്തെന്നാ പ്രശ്നങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ബെൻ വൈറ്റിന്റെ സൈഡിൽ നിന്ന് എനിക്കൊന്നും തോന്നിയില്ല. ഓക്കെ, ഞാനൊരു 7 ആണ് ബെൻ വൈറ്റ് എനിക്ക് തോന്നിയത്. കാരണം സോളിഡ് ആയിരുന്നു, ഡീസെന്റ് പെർഫോമൻസ്. കൂടുതലായിട്ട് അതിനകത്തൊരു വലിയ ഇതില്ല. ബട്ട് 7 or 8 ഇറ്റ്സ് ഫെയർ. കാരണം റായക്ക് 8 ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു വൈറ്റ് ഒരു 7 മതി വിചാരിച്ചു. സലീബ വാസ് ഓക്കെ. ഒരു 7 കൊടുക്കാം. ലൈക്ക് വാസ് നോട്ട് ദാറ്റ് ഡോമിനന്റ്. 7 ഞാൻ കൊടുക്കുന്നുള്ളൂ. സലീബ ഹാസ് മോർ പൊട്ടൻഷ്യൽ. ലൈക്ക് സലീബയുടെ ബാക്കി നമ്മൾ കുറെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ സോളിഡ് ആണെങ്കിലും ചെറിയൊരു റസ്റ്റിനെസ് ഫീലിംഗ് ഒക്കെ ഉണ്ടായി ഇടയ്ക്ക് കുറച്ച്. സോ 7 for me as well. Okay, Gabriel പറഞ്ഞ ഓവർ അഗ്രസീവ് ആയോ, ലൈക്ക് യെല്ലോ കാർഡ് സിറ്റുവേഷൻസ് കുറെ അവൻ ഉണ്ടാക്കുന്നത് അൺനെസസറി ആയിട്ട് കുറച്ച് ഉണ്ടായി കുറച്ചൊക്കെ. ബട്ട് ഡിഫെൻസീവ് വൈസ് സോളിഡ് ആയിരുന്നു. ബട്ട് കുറച്ച് ഓവർ അഗ്രസീവ് ആയോ എന്നൊരു ചെറിയൊരു തോന്നലുണ്ടായി. ലൈക്ക് സ്റ്റാർട്ടിങ് തന്നെ യെല്ലോ കാർഡ്സ് വാങ്ങിച്ച് സസ്പെൻഷൻ സിറ്റുവേഷൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു ഡിഫെൻസീവ്ലി അവന്മാര് അറ്റാക്ക് ചെയ്ത് അങ്ങനെ യെല്ലോ കാർഡ് വാങ്ങേണ്ട സിറ്റുവേഷൻ, ഫൗൾ ചെയ്യേണ്ട സിറ്റുവേഷൻ ആയിട്ട് അങ്ങനെ ഒന്നും വന്നില്ല. ബട്ട് സ്റ്റിൽ അഗ്രസീവ് ആയിട്ട് പോയി പുഷ് ചെയ്തു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്ന് അതിന്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല ഈ വൂൾസ് ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും. സോ 7. Okay, 7 for me as well. സിൻജെങ്കോ ഡിഫെൻസീവ് ഒക്കെ മിസ്റ്റേക്സ് ഒന്നും ഇല്ല. ദാറ്റ് ഇസ് ദ പോസിറ്റീവ് ഫ്രം സിൻജെങ്കോ. അത്രയ്ക്ക് മിസ്റ്റേക്സ് ഒന്നും ഇല്ല. ബട്ട് കുറെ ബോൾസ് മിസ്പാസസ് 1-2 മിസ്പാസസ് ഉണ്ടായി നമ്മുടെ ബോക്സിൽ. പിന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഐ ഗിവ് ഹിം 6.5 to 7. അതിൽ കൂടുതൽ സിൻജെങ്കോ, കാരണം ആഫ്റ്റർ 60 minutes പീരീഡ് അവൻ ഡെഡ് ആയതുപോലെ ഒരു ഫീൽ ഉണ്ടായി. കാരണം ഇനീഷ്യൽ ആ ഒരു വിഗർ ഉണ്ടായിരുന്നു സിൻജെങ്കോ. കുറച്ച് ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ ആയി 55-60 minutes ആയപ്പോഴത്തേക്കും ഡിപ്പായി തുടങ്ങി. ഡിഫൻസ് വീക്ക് ആയി തുടങ്ങി. മിസ്പാസസ് വന്നു തുടങ്ങി. ഔട്ട് ഓഫ് പൊസിഷൻ ആയി തുടങ്ങി. സോ കറക്റ്റ് ടൈമിനാണ് സബ്സ്റ്റിറ്റ്യൂട്ടും ചെയ്തത്. അപ്പോൾ ഓക്കെ, നോ പ്രോബ്ലം. അപ്പം അങ്ങനെ സിൻചെങ്കോ എനിക്ക് 6 ആണ്. ഞാൻ പ്രതീക്ഷിച്ച സിൻചെങ്കോ കുറച്ചുകൂടെ അറ്റാക്കിംഗ് മൈൻഡ് ആയിരിക്കാം. ഡിഫെൻസീവ്ലി വീക്ക് ആണെന്ന് നമുക്ക് അറിയാം. ബട്ട് നമുക്ക് കഴിഞ്ഞ പ്രീ സീസണിലൊക്കെ പുള്ളിയുടെ അറ്റാക്കിംഗ് പാസിംഗ് റേഞ്ച് കണ്ടിട്ട് ഞാൻ അതാണ് കൂടുതൽ ഇന്ന് പ്രതീക്ഷിച്ചത്. പക്ഷെ അത്രയ്ക്ക് ഇന്ന് വർക്കൗട്ട് ആയില്ല സിൻചെങ്കോന്റെ അറ്റാക്കിംഗ് വൈസ്. സോ എനിക്കൊരു 6 ആണ് സിൻചെങ്കോന്റെ റേറ്റിംഗിൽ എനിക്ക് തോന്നിയ. Okay, moving on to the midfield, lone 6 Partey. I would give 6. 6 തന്നെ കൂടുതലാണ് സത്യം പറഞ്ഞ ഇന്നത്തെ പെർഫോമൻസിൽ. കുറെ മിസ് പാസസ്, പിന്നെ ഔട്ട് ഓഫ് പൊസിഷൻ ആവുന്നു. ഒരു മിഡ്ഫീൽഡിൽ സിങ്ക് ഇല്ലായിരുന്നു. പാർട്ടേ അല്ലായിരുന്നു ഇന്ന്. There was a lot of misses from Partey's end. അപ്പം അത് കാരണം 6 is fair, I guess. Right. എനിക്ക് സെയിം വ്യത്യാസമൊന്നുമില്ല. കാരണം ഞാൻ പ്രതീക്ഷിച്ച ഒരു പാർട്ടിയുടെ ഗെയിം അല്ലായിരുന്നു ഇന്ന്.
ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പെട്ടെന്ന് അണ്ടർ പ്രഷർ പെട്ടെന്ന് ബോൾ ലൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ യാ 6 as well for Partey. Declan Rice. Declan Rice 6. Declan Rice കുറെ നേരത്തേക്ക് ആദ്യത്തെ ഹാഫിൽ നമുക്ക് ഡെക്ലൻ റൈസ് വാസ് ഇൻവിസിബിൾ. ഡെക്ലൻ റൈസിന്റെ മൂവ്മെന്റ്സോ അത്രയ്ക്കൊന്നും കണ്ടില്ല ഫസ്റ്റ് ഹാഫിൽ. മേ ബി അത് പാർട്ടി എഫക്റ്റ് ആണോ, ലൈക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പാർട്ടിയുടെ ഇങ്ങനെ മിസ്സസ് ആവുന്നുണ്ട് അല്ലെങ്കിൽ വരുന്നുണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ബാക്ക് ലൈനിന്റെ അവിടെ സ്ലോ ചെയ്ത് പേസ് ചെയ്ത് കളിച്ചതാണോ ആവാം. ബട്ട് റൈസ് അത്രയ്ക്ക് ഇന്ന് ഉണ്ടായില്ല. പിന്നെ ഈ മേ ബി ലൈക്ക് ഇന്ന് ക്രാമ്പ് ഒക്കെ വന്നായിരുന്നല്ലോ. സോ എല്ലായിരിക്കാം എനിക്കൊരു 6.5 അത്ര അത് കൂടുതലും കുറവ് കൊടുക്കാൻ തോന്നിയിട്ടില്ല. സോ മൂവിങ് ഓൺ ടു ക്യാപ്റ്റൻ മാർട്ടിൻ ഒഡെഗാർഡ്. ഒഡെഗാർഡ് ഞാൻ പറയുവാണെങ്കിൽ 8. ലൈക്ക് ഹി ഹാഡ് ടു ഡു തിങ്സ് വിച്ച് ഹി ഡിഡ്. സ്ലിക്ക് പാസസ്, കറക്റ്റ് പാസസ് ഉണ്ടായി, ത്രൂ ബോൾസ് കുറെ ഉണ്ടായി, ഷോട്ട് ഓൺ ടാർഗറ്റ് അറ്റംപ്റ്റ്സ് ഒക്കെ വെനെവർ ഹി ഹാഡ് ടു ഷൂട്ട് ട്രൈ ചെയ്തായിരുന്നു. പാസസ് മിസ്റ്റേക്സ് ആയിട്ട് ഒഡെഗാർഡിന്റെ ഉണ്ടായില്ല. ബോൾ കൺട്രോൾ വാസ് പെർഫെക്റ്റ്. സോ 8 is fair, I guess. ഞാനിങ്ങനെ 7 ആണോ 8 ആണോ എന്ന് കൺഫ്യൂസ്ഡ് ആണ്. ബട്ട് I'll go with 8. പ്രോബ്ലം ഇസ് നമ്മൾ ഈ റൈസ് ആണെങ്കിലും ഒഡെഗാർഡിനും അവർ എക്സ്പെക്ടേഷൻസ് ആർ ഹൈ. എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ റേറ്റിംഗ് ഒക്കെ. മേ ബി ഒരു ന്യൂട്രൽ ചിലപ്പോൾ അത് 9 കൊടുക്കുമായിരിക്കാം. വേറൊരു മിഡ്ഫീൽഡർ ആണെങ്കിൽ ചിലപ്പോ എന്തായാലും ഇപ്പം മാഡിസൺ ഒക്കെ ആണെങ്കിൽ കൊടുക്കും. 9 or 10 ഒക്കെ കൊടുക്കും. ബട്ട് ബാൻഡർ സൈഡ് നമുക്ക് അങ്ങനെ ആ ഒരു നമ്മുടെ എക്സ്പെക്ടേഷൻ ഒഡെഗാർഡിന്റെ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് ഹി ഹാഡ് എ ഗുഡ് മാച്ച്. ബട്ട് സ്റ്റിൽ ആ ഒരു നമ്പറില് നോട്ട് എക്സെപ്ഷൻ 8. ഗുഡ് പെർഫോമൻസ്. ഫ്രണ്ട് ലൈൻ ഗബ്രിയൽ മാർട്ടിനെല്ലി. I would say 6. 5 അല്ലെ 6. ബിക്കോസ് മാർട്ടിനെല്ലി എനിക്കും നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. അവന്റെ പണ്ട് ലൈക്ക് ലാസ്റ്റ് സീസൺ സ്റ്റാർട്ടിലൊക്കെ ആണെങ്കിലും റൺ ചെയ്യുന്നതും ബോൾ കൺട്രോൾ ചെയ്ത് പാസ് ചെയ്ത് റൺ ചെയ്യുന്നൊക്കെ ഉണ്ട്. പിന്നെ ഷൂട്ടിംഗ് കൂടുതലും ഇപ്പം ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡിസിഷൻ മേക്കിംഗ് ആസ് വി ഡിസ്കസ്ഡ് ഏർലിയർ, ഡിസിഷൻ മേക്കിംഗ് ആ ഒരു മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് തല പൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മേ ബി there is a pass. അതില്ല. ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാർട്ടിനെല്ലി ആൻഡ് ട്രൊസാർഡ്. ട്രൊസാർഡ് അത് ഒരു സെക്കൻഡ് നോക്കിയിട്ട് ആ ഒരു പാസ് പോകും, ഒരു ക്ലിനിക്കൽ ചാൻസ് അവിടെ ക്രിയേറ്റ് ആകുന്നുണ്ട്. മാർട്ടിനെല്ലി അതില്ല. മേ ബി മാർട്ടിനെല്ലി പ്രൂവ് ചെയ്യാൻ ഡെസ്പറേറ്റ് ആയിട്ട് ട്രൈ ചെയ്യുവാണോ എന്തോന്ന് അറിയില്ല. മേ ബി അതായിരിക്കാം. അല്ലെങ്കിൽ ഒരു ഷാക്ക ഇഫക്റ്റ് അവിടെ മിസ് ചെയ്യുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഷാക്ക ഉള്ളപ്പോൾ മാർട്ടിനെല്ലി എന്താ ഓപ്പൺ ആയിട്ട് അങ്ങോട്ട് കളിക്കുമായിരുന്നു. ഭയങ്കര രാജാവ് അറ്റാക്ക് ചെയ്ത് ഇങ്ങനെ കളിക്കുമായിരുന്നു. അത് മാർട്ടിനെല്ലിയുടെ മിസ്സിംഗ് ഉണ്ട്. സോ 6 for today. ഓക്കെ, നോ പ്രോബ്ലം. സെയിം. എനിക്കും 6 കൂടുതലൊന്നുമില്ല, കുറവില്ല. സം ഗുഡ് റൺസ്, കുറച്ച് നല്ല റൺസ് ഓപ്പൺ സ്പേസിലൂടെ കുറെ റണ്ണൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഔട്ട്പുട്ട് ആണ് മെയിൻ. ഫൈനൽ ഔട്ട്പുട്ടിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. മൂവിങ് ഓൺ ടു അവർ സ്ട്രൈക്കർ കായ് ഹാവർട്സ്. ഗോൾ അടിച്ചത് കൊണ്ട് ലൈക്ക് ഫസ്റ്റ് ഗോൾ അടിച്ചുകൊണ്ട് ഒരു 8. ആ ഗോൾ ഉണ്ട്. ചില റൺസ് ഉണ്ട്, ലൈക്ക് മിസ്റ്റേക്സ് ഉണ്ടായി. ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ആ ഷോട്ടിന്റെ മിസ്റ്റേക്ക്, പിന്നെ ഡിസിഷൻ മേക്കിംഗ്, ഇനീഷ്യലി ആ പാസ് കട്ട് ബാക്ക് ചെയ്യായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. ബട്ട് കുറെ റൺസ് ഉണ്ടായി ഹാവേർട്സിന്റെ. ട്രൈ ചെയ്യുന്നുണ്ടായി, ഫൗൾസ് വാങ്ങാനാണെങ്കിലും ബോക്സിലോട്ടുള്ള റൺസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. സോ 8 ഫോർ മീ. എനിക്ക് സെയിം ആയിട്ടാ തോന്നിയത്. എല്ലാം ആ റണ്ണും പൊസിഷനും ഒക്കെ great positioning. So moving on to the last player in main squad, last player Bukayo Saka. 9 goal and without assist. a doubt. Yeah, goal and assist, star boy. Yes, അതിനകത്ത് കൂടുതൽ പറയാനില്ല നമുക്ക്. കാരണം അതിനകത്ത് നമുക്ക് എന്താ പറയാ, അതെ 50% ഫിറ്റ്നസിൽ തന്നെ ഇത്രയും ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന, എന്താ പറയാ, ആർഗ്യുബിളി ബെസ്റ്റ് റൈറ്റ് വിങ്ങർ ആണോ? അത് ഇപ്പോഴും സല തന്നെയാണോ?
സാല ഇപ്പൊ ആർഗ്യുബിളി ഈ സീസൺ നോക്കാം, ലൈക്ക് സാല ഇസ് എ ഡിഫറെന്റ് ലെവൽ ലിവർപൂളിന് കളിച്ചിട്ടുണ്ട്. നമുക്ക് റൈസിങ് ഹീസ് ഏജ് ഡിഫറൻസ് തന്നെ നോക്കുക, ലൈക്ക് ഇവന് ഇപ്പോഴും പൊട്ടൻഷ്യൽ ആയിട്ടില്ല. മീൻസ് അവന്റെ പീക്ക് ആയിട്ടില്ല, പീക്കിലോട്ട് വരുന്നേ ഉള്ളൂ. സ്റ്റിൽ ഇത്രയും ഹൈ ലെവലിൽ ഇത്രയും രീതിയിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവന്റെ പൊട്ടൻഷ്യൽ എന്തോരാണെന്ന് നമുക്ക് അറിയുന്നുണ്ട്. He will be the greatest. Okay. Yes, same. Unbelievable potential, unbelievable talent. 9 out of 10 goal and assist for Saka. Okay, that is the main score. When subs in the rating, Gabriel Jesus, Jurriën Timber, Leandro Trossard. What do you think? ഞാൻ പറഞ്ഞ ടിംബർ മേ ബി ലൈക്ക് 7. ബാക്കി രണ്ടുപേരും ട്രൊസാർഡ് ആണ്, വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായില്ല. ജിസൂസ് ആണെങ്കിലും ആവശ്യമില്ലാത്തൊരു യെല്ലോ കാർഡും വാങ്ങിച്ചു. ലൈക്ക് ആ റസ്റ്റിനെസ് ജിസൂസിന് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. സോ 6 ഫോർ ബോത്ത് ആർ വിന്നേഴ്സ്. ലൈക്ക് ജിസൂസ് ആൻഡ് ട്രൊസാർഡ് ആൻഡ് ടിംബർ മേ ബി 7. ഓക്കെ, ജിസൂസ്, ട്രൊസാർഡ് 5 ആൻഡ് ടിംബർ 6 ആണ് എൻ്റെ ഒരു റേറ്റിംഗ്. അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നു. ടിംബർ ഡിഡ് സംതിങ് മോർ തോന്നി. സ്റ്റാൻഡേർഡ് 5 ആൻഡ് സ്റ്റാൻഡേർഡ് 6. അതാണ് ഇന്നത്തെ നമ്മുടെ പ്ലെയർ സ്റ്റാറ്റ്സ്. ജോർവിൻ ബ്രോ പോയില്ലേ? ഇന്റർനെറ്റ് ഇഷ്യൂസ് വരുന്നുണ്ടെന്ന്. ഓക്കെ, നോ വറീസ്. അപ്പം ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ മാച്ച്. Player of the match, Saka. Yes, again Saka, star boy, no doubt. So I think that will come to an end of our show. അല്ലേ? നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ മാച്ച് റിയാക്ഷൻ വിത്ത് പ്ലെയർ റേറ്റിംഗ്സ് ഇന്നത്തെ നമുക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്താലോ? അതെ, നമുക്ക് ലൈക്ക് കാണുന്നവരെല്ലാവരും ഉണ്ടെങ്കിൽ their suggestions about their game, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ അവർക്ക് കറക്റ്റ് അല്ല എന്ന് തോന്നുമെങ്കിൽ പ്ലീസ് ഡു കമന്റ്. ആൻഡ് പ്ലെയർ റേറ്റിംഗ്സിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റം വരുത്തണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. ആൻഡ് വേർ എവർ വി നീഡ് ടു ഇംപ്രൂവ് ഇൻ അവർ വീഡിയോസ് സജസ്റ്റ് ചെയ്യുക. അങ്ങനെ യെസ്, ഡെഫിനറ്റ്ലി. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായമാണ് ആക്ച്വലി ഞങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്ത് ഇനിയും വീഡിയോസ് ഇടാനുള്ളൊരു ഇൻസ്പിറേഷൻ തരുന്നത്. സോ പ്ലീസ് ഡു കമന്റ്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും എന്താണ് ഇഷ്ടപ്പെടാത്തതെന്നും കൂടെ കമന്റ് ചെയ്യുക, സോ ദാറ്റ് വി ക്യാൻ ഇംപ്രൂവ് അവർ സെൽഫ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ലൈക്ക് ദിസ് വീഡിയോ. കാരണം ലൈക്ക് ചെയ്യുമ്പം ലൈക്ക് ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തുന്നത്. കമന്റ് ചെയ്യുക, ഇന്ററാക്ഷൻസ് മെയിൻലി നമ്മൾ മാക്സിമം ഇതൊരു ആർസണൽ മലയാളി കമ്മ്യൂണിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവരുവാണ്. അപ്പം ഐ ഫീൽ ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് വേ ടു ഡു ദാറ്റ്. അപ്പം യൂട്യൂബ് സ്പേസിൽ ഇങ്ങനെ ഒരു സ്പേസ് അധികം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ. സോ ദാറ്റ്സ് ഇറ്റ്. വീഡിയോ കണ്ടിട്ട് കുറച്ച് ആർസണൽ ഫാൻസ് കൂടട്ടെ. Let's then wait. We'll meet you again. We will see you guys next weekend for our next Premier League match. Appo ella usharai. Arsenal 2, Wolves 0. Come on you Gunners, let's go. Signing out.